ഒരു ജീവൻ്റെ വില എത്രയല്ലേ? ഇന്ന് 3 മരണങ്ങൾക്കാണ് നമ്മൾ സാക്ഷിയായത്. ഒരു മരണം ഞാൻ കേട്ടറിഞ്ഞ മരണമാണ്. 3 അല്ല 4 എണ്ണമുണ്ട്. ഒന്ന് മരിച്ച് കൊണ്ടുവന്നതാണ്. നോക്കുമ്പോൾ പൾസില്ല, ബ്രീത്തിങ് ഇല്ല, ഓക്സിജൻ ഇല്ല, ഒന്നുമില്ല. CPR എത്രമാത്രം വാല്യൂ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നൊരു സമയം. നന്നായിട്ട് CPR കൊടുത്തു, പതിയെ പൾസ് തിരികെ വന്നു. അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ കൊടുത്തു, NS ഇട്ടു, പതിയെ പൾസ് ഇങ്ങനെ തിരികെ വരുന്നത് കണ്ടു. പെട്ടെന്ന് പിന്നെയും അതിനനുസരിച്ചുള്ള എമർജൻസി ഷോക്ക് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ഡിഫിബ്രിലേറ്ററൊക്കെ അടുത്ത് റെഡിയാക്കി വെച്ചു. ECG എടുത്തപ്പോൾ ഷോക്ക് കൊടുക്കേണ്ട ഇതല്ല. ജീവൻ കിട്ടുമെന്നൊരു പ്രതീക്ഷ, ജീവൻ തിരികെ വരുമെന്നൊരു പ്രതീക്ഷ. പുറത്ത് ഒരുപാട് പേഷ്യൻസ് ക്യൂ നിൽക്കുന്നുണ്ട്. അവരെല്ലാം മാറ്റി മറിച്ച് അരമണിക്കൂറോളം നമ്മൾ മെനക്കെട്ടു. ജീവൻ കിട്ടി എന്ന് വിചാരിച്ചിട്ട് വീണ്ടും പൾസ് അപ്രത്യക്ഷമായി, ശ്വാസകോശം നിലച്ചു, ECG വെറും പ്ലെയിനായി മാറി. ഇതാണ് ജീവിതം. ഒരു നിമിഷത്തെ ജീവിതം പോലും നമ്മൾ പാഴാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്രയോ വാല്യുബിളാണ് നമ്മുടെ ജീവിതമെന്ന്. മരിച്ച ഓരോ മനുഷ്യർക്ക് മുമ്പിലും അവർക്ക് വേണ്ടപ്പെട്ടവർ കരഞ്ഞ് കരഞ്ഞ് കഴിയുന്നത് കാണുമ്പം നമ്മളും അറിയാതെ പറഞ്ഞു പോകും, ഈ ഭൂമിയിൽ എന്തിനായിരുന്നു മനുഷ്യൻ പിറന്നതെന്ന്, ഇങ്ങനൊരു പിറവി വേണ്ടിയിരുന്നോ എന്ന്. എന്തപ്പോൾ നമ്മളെ റോള് എന്ന് ചിന്തിച്ചു പോകും. എന്തപ്പോൾ ഇവിടെ ജീവിച്ചിട്ട് എന്തിന് നമുക്ക് ജീവൻ കിട്ടി എന്നൊക്കെയുള്ള പല പല ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കും. പല ചോദ്യങ്ങൾ. പ്രപഞ്ചം തന്നെ മിഥ്യയാണ് എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥകൾ, മനുഷ്യ ജീവിതങ്ങൾ മിഥ്യയാണ് എന്ന് പറയേണ്ട അവസരങ്ങൾ, അതുപോലുള്ള ചോദിച്ചു പോകും. ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയപ്പോഴാണ്, നമ്മൾ മരണത്തിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ്. നമുക്കറിയാം, ഇന്ന് സൗദി ജയിലറകളിൽ നമ്മളെ ഒരു മനുഷ്യ സഹോദരൻ അവിടെ അവൻ്റെ ജീവന് വിലയിട്ടിരിക്കുകയാണ് 34 കോടി. ആ 34 കോടിയിലേക്ക് ഒരു നമ്മളെല്ലാവരും പണം സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒരു ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി. ഈ 34 കോടിയേക്കാളും മൂല്യമുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനെന്ന് പറഞ്ഞ്, നമുക്ക് ജീവിക്കാൻ ലഭിക്കുന്ന സമയത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ജീവൻ്റെ ഒരു നിമിഷത്തിന് 34 കോടിക്ക് മുമ്പിൽ വളരെ ചെറുതാണ്. ജീവിക്കാൻ അവസരം ലഭിക്കുക എന്നാണ്. നമ്മളൊരു CPR കൊടുക്കുമ്പം, ഒരു അറ്റാക്ക് വന്ന രോഗിയെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് കൊണ്ട് ചികിത്സിക്കുമ്പം നമ്മളൊക്കെ മനസ്സിലാക്കുന്നൊരു കാര്യം ഇതാണ്. ഒരു നിമിഷം ജീവനോട് ഇവിടെ ബാക്കിയാക്കി എടുക്കുക എന്നുള്ളതാണ്. വെൻറ്റിലേറ്ററുകളിലും മറ്റ് പല കെയറുകളിലും ലക്ഷങ്ങൾ മുടക്കി ചികിത്സ തേടുമ്പം അവർക്കറിയാം ഇനി അങ്ങോട്ട് ചിലപ്പം ആരോഗ്യത്തോടെ ആയിരിക്കില്ല ജീവിക്കാൻ എന്നറിഞ്ഞിട്ടും അങ്ങനെയെങ്കിലും ആ ജീവനത് തിരികെ കിട്ടിയെങ്കിൽ നമ്മൾ ആശിച്ചു പോകും. ഓരോ പ്രിയപ്പെട്ടവർ ആശിച്ചു പോവുകയാണ്. തീർച്ചയായും ജീവൻ്റെ വില ഇപ്പം ജീവിക്കുന്ന ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇത് വെറും പഴയ ഒരു ജന്മമായി നമ്മുടെ ജീവിതം അങ്ങനെ തീർന്നു പോകും. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷത്തിൽ, നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയുന്ന ഈ നിമിഷത്തിൽ, നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു നിമിഷത്തിൽ, നമുക്ക് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു നിമിഷത്തിൽ, നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഈ ഒരു നിമിഷത്തിൽ, നമുക്കൊന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ഈ നിമിഷത്തിൽ അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മരണത്തിന് മുമ്പിൽ നിസ്സഹായതയോടെ നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിന് ഇല്ലാതാവുന്ന ആ വാല്യൂയേക്കാൾ അത്ര പോലും വാല്യൂ നമുക്കുണ്ടാവില്ല എന്ന് ജീവിക്കുക. നമ്മൾ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മൂല്യാധിഷ്ഠിതമായി ഏറ്റവും നല്ല മനുഷ്യരായി നമ്മൾ ജീവിക്കുക.